ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ വിക്രത്തിനെയും വേദനയോ കാണുന്നത്. അപ്പം ഇതെൻ്റെ കട്ടിലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം ആകെ ചൂടാകുകയാണ്. അതിന് നമ്മുടെ കട്ടിലാണെന്നാണല്ലോ അച്ചമ്മ പറഞ്ഞത്. ദേ, നീ എണീറ്റ് പോകണ്ടോ, ഞാൻ താഴെ ഇടണോ വലിച്ച്. സത്യത്തിലേ ഈ കട്ടിലെ ചെറുതല്ലേ എന്ന് ഞാൻ അച്ചമ്മയോട് ചോദിച്ചതാ. അപ്പോൾ അച്ചമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? അതേ, ഒരുമയുണ്ടെങ്കിലേ ഒലക്കമേലും കിടക്കാമെന്ന്. എനിക്കൊരുമയില്ല. അയ്യടാ, ഒരുമയുണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് വന്നേച്ചാലും മതി, നിങ്ങളുടെ കണ്ണി ഞാൻ കുതിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞു. ആ, പറഞ്ഞേക്കാം, നിങ്ങളുടെ കട്ടിലും നിങ്ങളുടെ ബെഡും രണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് വേദ നിലത്ത് പായൊക്കെ ഇട്ട് അവിടെ കിടക്കാൻ തുടങ്ങുക കേട്ടോ. അതെ, നിങ്ങൾ ചുമ്മാ ദേ മര്യാദയ്ക്ക് ഇരുന്നോണം പറഞ്ഞേക്കാം. ദേ, നീ കൂടുതൽ കളിച്ചോണ്ടല്ലോ അതിന് പൊട്ടി എന്ന് പറഞ്ഞു. പട്ടിയെ വിളിക്കുക. ഒന്നെത്താ മൂന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ കല്യാണം 3 കഴിഞ്ഞു. അറിയാൻ ഇനി ആളുകൾ ബാക്കി ആരുമില്ല. അതുകൊണ്ട് സ്വല്പം ഒരുമയൊക്കെ ഭാവിച്ചത് കൊണ്ട് ഒരു തെറ്റും വരാനില്ല. അത് പള്ളിപ്പുറത്ത് പറഞ്ഞാൽ മതി, നീ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വാശി പിടിച്ചങ്ങ് കിടക്കുകയാണ്. ഓ, കഷ്ടം തന്നെ ഇങ്ങേറെ കാര്യം. എന്നിട്ട് വേദ ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ചു നേരം. എന്തടി ഉണ്ടക്കണി നോക്കുന്നത് എന്നിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അതെ, ഇനി ഇപ്പോഴെന്നല്ല 1000 വർഷം ഒരുമിച്ച് തയ്യാറാണെന്ന് പറഞ്ഞാലും എനിക്ക് നിനക്കും ഇടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതോർത്തോ. അപ്പോൾ വേദ അവിടെ ഇരുന്ന് ചിരിക്കാം. എന്താടി, എന്താ ഇത്ര ചിരിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ പൊന്ന് വിക്രം, എന്തൊരു ആൻറ്റിസിപ്പേഷനാണ് വിക്രം നിൻ്റേത് എന്ന് ചോദിച്ചു. എന്ത്? അതായത് വിക്രു, നീ പറഞ്ഞത് വളരെ ശരിയാ. ഈ മുറിയിലല്ല, ദേ ഈ കട്ടിൽ കയറി കിടന്നാൽ പോലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം. 1000 വർഷം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് കഴിഞ്ഞു പോയാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം അതേ, മറ്റൊന്നും കൊണ്ടല്ല, ആ വക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെറ്റാവില്ല. ഡി, നിന്നെ ഞാൻ അലറല്ലേ അവിടെ ഇരി എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തിന് മൂടൊക്കെ പോയി. ആ രമ്യയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ എന്താ കാരണമെന്നാ നിങ്ങളുടെ വിചാരം? അറിയോ, നിങ്ങൾക്ക് ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റും, അടി ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. എന്തിന് വേണമെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് കൊല്ലാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരുമായിരിക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പെൺ വിഷയത്തിൽ ഒരു കാര്യമില്ല നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങളൊരു പരാജയമാവാനാണ് സാധ്യത. അത് ശരി, അപ്പോൾ നീ റൂട്ട് മാറ്റി കളിക്കുകയാണ് അല്ലേ? മനസ്സിലായി. എടി, നിന്റെ ഉദ്ദേശശുദ്ധി അതെനിക്ക് മനസ്സിലായി. എൻ്റെ പുരുഷത്വത്തെ അവഹേളിച്ച് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഗാർഹിക പീഡനം, മാൻറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ് നിനക്ക് ആ നിമിഷം കേസ് കൊടുക്കാലോ. ആ പൂതി നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ, എൻ്റെ അടുത്ത് ചിലവാവില്ല. അപ്പം വീണ്ടും ചിരിക്കുക. എന്താടി നീ വീണ്ടും വിളിക്കുന്നത്? സിനിമയിലെ ഡയലോഗ് പോലെ സകലകലാ വല്ലഭൻ. പക്ഷേ വകതിരിവ് വട്ടപൂജ്യം. എന്താ എടോ വെട്ടുപോത്തെ? എടോ, താനൊരു നിഷ്കളങ്കനായ വെറും ഒരു ഗുണ്ടയാ, ഒരു പാവം ക്രൂരൻ, അങ്ങനെ പറയാം. സത്യത്തിൽ തൻ്റെ സ്വഭാവം വെച്ച് അതാ തനിക്ക് ചേരുന്നത് എന്ന് പറഞ്ഞ് വേദ കയറി കിടക്കുക കേട്ടോ. അന്നേരം വിക്രം വീണ്ടും ഓടി ഇരുന്ന് കുറച്ചു നേരം, എന്നിട്ട് വീണ്ടും നോക്കിയിരിക്കുകയാണ്. അതെ, നിങ്ങൾ വെറുതെ ആലോചിച്ച് സമയം കളയണ്ട, പേടിക്കണ്ട. ഞാൻ രാത്രി എഴുന്നേറ്റ് വരാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് ലൈറ്റൊക്കെ ഓഫ് ആക്കി കയറി. അപ്പോൾ വിക്രം പതുക്കെ എഴുന്നേറ്റ് പോയി ലൈറ്റൊക്കെ ഓഫാക്കി എന്നിട്ട് ആളുതേ വന്ന് കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വേദയെ നോക്കുന്നുണ്ട്, എന്നിട്ട് തിരിഞ്ഞു കിടന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയും അതുപോലെ തന്നെ പത്മത്തിനെയാണ്. അപ്പോൾ ശങ്കർ നാരായണൻ ഭയങ്കര ആലോചനയിലാണ്. അപ്പം വേറെ എന്താ പറയുക, ചായയോ കാപ്പിയോ ഒക്കെ ആയിട്ടാണ് പത്മം വരുന്നത്. എന്താ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആലോചിച്ചിരിക്കാനുള്ള കാര്യമല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശ്രീകാന്ത് വേദയോട് പെരുമാറിയത് ശരിയായില്ല അല്ലേ പത്മം? അതാലോചിക്കുകയാണോ? അവൾ വന്നത് ഒരു കുഞ്ഞിനെ കാണാനല്ലേ? കുഞ്ഞുങ്ങൾക്ക് എന്ത് സ്പർദ്ധ, എന്ത് വൈരാഗ്യം, ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാനല്ലാതെ അവർക്ക് എന്തറിയാം. ശരിയാ ശങ്കരേട്ടാ, അവൻ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഞാനത് അവനോട് തുറന്നു പറയുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും അവക്ക് അച്ചമ്പങ്ങള് എന്നുള്ള സ്ഥാനം അതില്ലാതാകാൻ പോകുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എതിർ പറയുമോ? എന്താ, കുഞ്ഞിനെ കാണാൻ നമുക്ക് വേദയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചാലോ? എന്തു പറയുന്നു? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് കുഞ്ഞിന് വേണ്ടതിനുള്ള ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോട്ടെ.
അതിന് അവൾ വരില്ല പത്മം. നിങ്ങൾ വിളിച്ചാൽ അവൾ വരും, ഉറപ്പായിട്ട് വരും. അന്ന് അവൾ പറഞ്ഞു പോയത് നീയും കേട്ടതല്ലേ? അതെ, അവളുടെ മനസ്സിൽ ഏറ്റവും വലിയ ശത്രുസ്ഥാനത്താ ഈ ഞാൻ. നിങ്ങൾ എന്താ പറയുന്നത്? അവൾക്ക് വിഷമം തോന്നിക്കാണും, പക്ഷേ ഒരിക്കലും വൈരാഗ്യം അതുണ്ടാവില്ല, അത് ഉറപ്പാ. നിങ്ങൾ വിളിക്കുവാണെങ്കിൽ ശ്രീകാന്തിനും തടസ്സം പറയാൻ പറ്റില്ല. എന്താ, വിളിച്ചൂടെ? സമയം ഇത്രയായില്ലേ, ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പത്മവും പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ശ്രീജ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ ജോലിക്കാരനെ പറഞ്ഞു വിടണമല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് രാവിലെ തന്നെ ശ്രീജ വിളക്ക് കത്തിക്കുന്നത്. ആദ്യത്തെ ദിവസമല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളൂ എന്നിങ്ങനെ പറഞ്ഞപ്പം ഒന്ന് ചിരിച്ചു. എന്നിട്ട് രണ്ടുപേരുടെ തൊഴുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ കമല ചായ കൊണ്ട് വന്ന് കൊടുത്തു കേട്ടോ. അല്ല, നീ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇഡലി കഴിച്ചിട്ട് പോകാമായിരുന്നു. അയ്യോ വേണ്ടമ്മേ, ആദ്യത്തെ ദിവസമല്ലേ, നേരത്തെ ഇറങ്ങിയേക്കാം. അപ്പം നന്ദിനി വന്നിട്ട്, അതെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശ്രീചേച്ചി പൊതിഞ്ഞു തരുന്ന ചോറും കൊണ്ട് ബീച്ചിൽ പോയിരിക്കുമോ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ വേണോടി നന്ദിനി കുത്തുവാക്ക്. അയ്യോ, ഈ കാര്യം ഞങ്ങൾ ഒപ്പിച്ചു കൊടുത്തല്ലേ, അതുകൊണ്ട് ഓർപ്പിച്ചതാ. അതിന് നിനക്കെന്താ റോള്? അതെ, അപ്പോൾ വിനയേട്ടനല്ലേ? അതെ, വിനായകൻ തന്നെ ഒപ്പിച്ചു കൊടുത്തത്. നീ അവൻ്റെ ഭാര്യയായിട്ട് വന്നതിന് കുറച്ചല്ലേ ഉള്ളൂ, പിന്നെന്താ? ഇപ്പം അവൻ നിന്റെ കൂടെ ആയിരിക്കാം, പക്ഷേ അവൻ ട്രൗസർ വിട്ട് മൂക്കൊലിപ്പിച്ച നാളത്ത് ഇവൻ ഒരുപാട് എടുത്ത് നടന്നിട്ടുണ്ട്. അമ്മ എന്താ ഇങ്ങനെ പറയണത്? ഞാനിങ്ങനെ പറയാത്തത് കൊണ്ടാണ് നിന്റെ നാക്ക് നീണ്ടുപോകുന്നത്. അതിങ്ങനെ ഒരുപാട് നീണ്ടുപോകുമ്പോൾ ചുരുട്ടി വയ്ക്കാൻ ഞാനും എന്തെങ്കിലും പറയണ്ടേ നന്ദിനി എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. അപ്പം നന്ദിനി മിണ്ടാതെ നിൽക്കുകയാണ്. അമ്മേ, വെറുതെ മിണ്ടാതിരിക്കുക, നന്ദിനി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞു വിശ്വ. അതെ നന്ദിനി, നീ നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇനി ഈ വിശ്വേട്ടൻ പഴയതുപോലെ ആവാതിരിക്കാൻ നോക്കാം. അയ്യോ വിശ്വേട്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. മതി, ഇനി കൂടുതൽ വിശദീകരിച്ച് വെറുതെ നീട്ടണ്ട. വിശ്വേട്ടൻ ഇറങ്ങാം. അല്ല, അച്ഛനെവിടെ? രാവിലെ പുറത്തേക്ക് പോയതാ, എങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അപ്പം വിശ്വൻ ചായയൊക്കെ കുടിച്ച ശേഷം നേരെ ജോലിക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ ഇറങ്ങാറായോ വിശ്വം എന്ന് ചോദിച്ചു. ആദ്യത്തെ ദിവസമല്ലേ, നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് എന്താ പറയുക, പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് നേരെ നമ്മുടെ വിശ്വത്തിൻ്റെ നേരെ നീട്ടാണ്. ഇത് നാളികേരം കൊടുത്ത കാശാ, അത് വാങ്ങാൻ വേണ്ടി പോയതാ എന്ന് പറഞ്ഞു. ദാ ഇത് വെച്ചോ. അയ്യോ അത് വേണ്ടാച്ച എന്ന് പറഞ്ഞു വേഗം വിശ്വം. എടാ, ശമ്പളം കിട്ടാനായിട്ട് 1 മാസം കഴിയില്ലേ, അതുവരെ ചിലവൊക്കെ ഉള്ളതല്ലേ. പിന്നെ അത് മാത്രമല്ല, പുറത്ത് പോകേണ്ടതല്ലേ. വല്ല ചായയോ മറ്റോ കുടിക്കാൻ തോന്നിയാ അതിനി ആരെയും ആശ്രയിച്ച് നിൽക്കുമെന്ന് വേണ്ടല്ലോ, വാങ്ങിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു. അല്ല, ഇവിടെ ഇത്ര ചിലപ്പുള്ളപ്പോൾ അത്രയ്ക്ക് വലിയ ഫോർമാലിറ്റി ഒന്നും കാണിക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന കാലത്തും ഈ കാശ് കൊണ്ട് തന്നെയാണ് ചിലവ് കഴിഞ്ഞിരുന്നത്. അതൊന്നും വലിയ കാര്യമാക്കണ്ട. പുറത്തു പോകുമ്പോഴും ഇനി അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നുവെന്ന് കരുതിയാൽ മതി എന്ന് വിശ്വത്തിനോട് ഇങ്ങനെ പറഞ്ഞു. അതെ, കണക്ക് പറച്ചിൽ അതൊരു ശീലമായി പോയി, മനസ്സിൽ വെക്കണ്ട, അറിഞ്ഞുകൊണ്ട് തരുന്നതാ, വച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്വ അത് വാങ്ങി. എന്നിട്ട് അച്ഛന് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നിട്ട് ഇവരെല്ലാവരും യാത്ര പറഞ്ഞ് വിശ്വ അങ്ങോട്ടേക്ക് ഇറങ്ങണം. ഈ സമയത്താണ് നമ്മുടെ വേദ ആ വഴിക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. ആഹാ, വിശ്വേട്ടനോ? വിശ്വേട്ടൻ ഇത്ര നേരത്തെ ഇറങ്ങിയോ? ആദ്യത്തെ ദിവസമല്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങിയാന്ന് വിചാരിച്ചു. അല്ല, വേദ എങ്ങോട്ടേക്ക് പോയതാ? എന്താ ഇത്ര നേരത്തെ? എല്ലാവരും ജോലിക്കാരാവുമല്ലേ, ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് പരിശ്രമിക്കണ്ടേ? വേദയ്ക്ക് ജോലിയോ? എന്താ, എനിക്ക് കാശ് വേണ്ടേ, ശമ്പളം വേണ്ടേ? അതല്ല, വിശ്വേട്ടനൊക്കെ ഇപ്പോഴും വിചാരിച്ചത് എന്നെ എൻ്റെ വീട്ടുകാരാണ് സ്പോൺസർ ചെയ്യുന്നതെന്നാണോ? പഠിക്കുമ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പഠന ചിലവുകൾ മുഴുവൻ അച്ഛൻ നോക്കിയിരുന്നത് കൊണ്ട് ആ പണം അത് കയ്യിലുണ്ട്. പിന്നെ മുത്തശ്ശി എനിക്ക് വേണ്ടിയിട്ട് ബാങ്കിലിട്ടത്. അതുകൊണ്ട് ജീവിതം മുഴുവൻ കഴിഞ്ഞു പോവോ? ഇല്ലല്ലോ. അപ്പം അതിരാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയതാണോ? ഒരു കൂട്ടുകാരിയെ കാണാൻ ഇറങ്ങിയതാന്നേ. 8 മണിക്ക് അവൾ വക്കീൽ ഓഫീസിലേക്ക് ഇറങ്ങും. അതിനു മുൻപ് നേരിട്ടൊന്ന് കാണണമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചതാ, അഡ്വക്കേറ്റ് രാജേഷ് ചക്കാലത്തിൻ്റെ ജൂനിയറാ. ഒരു ജൂനിയറിന് കൂടി സ്പേസ് ഉണ്ടാവുമോ എന്ന് ഒന്ന് നേരിട്ട് അന്വേഷിക്കാൻ പോയതാ. ആഹാ, അത് കൊള്ളാമല്ലോ. ബെസ്റ്റ് വിഷസ് ഒന്നും പറയാറായിട്ടില്ല. അവൾ ചോദിക്കട്ടേന്നേ പറഞ്ഞോളൂ. തീരുമാനം അവളുടേതല്ലല്ലോ. ഒക്കെ ശരിയാവും. എന്നാൽ ശരി, വിശ്വേട്ടൻ വൈകണ്ട, എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വേദ. അപ്പോൾ വേദ ഫ്രണ്ടോട്ട് നടന്നിട്ട് വിശ്വേട്ടാ എന്ന് വിളിച്ചു. എന്താ വേദ? അതെ,
ഇന്നലെ രാത്രി ശ്രീജ ഏടത്തിയോട് നന്ദിനി ഏടത്തി ഒരു ബെറ്റ് വെക്കുന്നത് കണ്ടിരുന്നു. വിശ്വേട്ടൻ ഒരു മാസത്തിനുള്ളിൽ ഈ ജോലി വിടുവെന്ന്. അതുകൊണ്ട് ആ പാവത്തിനെ ഈ ബെറ്റിലെങ്കിലും ഒന്ന് തോൽപ്പിക്കാതൊന്ന് നോക്കണേ ആ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കളിയാക്കിയതാണോ എനിക്ക് ടാക്കിയതാണല്ലേ എന്ന് മനസ്സിലായത്. എന്നിട്ട് വേദ ചിരിച്ചുകൊണ്ടൊരു പോക്കങ്ങ് പോയി. അയ്യോ എനിക്കിട്ട് പണിതാ എന്ന് അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. പിന്നെ കാണുന്നത് നമ്മുടെ വർഷേനയും അതുപോലെ തന്നെ ശ്രീകാന്തും അച്ഛമ്മയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ദീപ്തി ഇതേ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം വന്നിട്ട് ദീപ്തി ഉള്ളത് കൊണ്ട് ഒരു സഹായം അല്ലേ അതേ മുത്തശ്ശി എന്ന് വർഷയും പറയുകയാണ്. എടാ നീ ആ TV ഒന്ന് വെച്ചേ, എന്താ പറയുക, എല്ലാ അമ്പലങ്ങളും കാണിച്ചുള്ള ഒരു പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്ക് ഈ ഭക്തിമാർഗം അല്ലാതെ വേറൊന്നുമില്ലേ മുത്തശ്ശി? നിങ്ങളൊക്കെ ചെയ്യുന്ന കുറ്റത്തിന് എന്നെപ്പോലുള്ളവരെ വാപ്പെങ്കിലും അപേക്ഷിക്കണ്ടേ? അത്രമെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പത്മ അങ്ങോട്ടേക്ക് വന്നു. പത്മ അമ്മയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ശങ്കറിനെ കൊണ്ടക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ മേളിൽ ചെന്നിട്ട് പത്മം അയ്യോ ശ്രീകാന്തേ എന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് നിലവിളിക്കുകയാണ്. എന്താ, നീ വേഗം അങ്ങോട്ടേക്ക് ചെല്ല് ശ്രീകാന്തേ എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ നേരെ വെപ്രളം പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താമ്മേ അച്ഛൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലടാ എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും തട്ടിയൊക്കെ വിളിച്ചു. പക്ഷേ എങ്കിൽ നമ്മുടെ എന്താ പറയുക ശങ്കർ നാരായൺ എഴുന്നേൽക്കുന്നില്ല. ആൾ വേഗം തന്നെ ദീപ്തി പിടിച്ച് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക വേദയുടെ ഫോണിലേക്ക് ദീപ്തി വിളിക്കുകയാണ്. എന്താണാവോ ഇത്ര രാവിലെ? അപ്പോൾ ഫോൺ എടുത്തു. ദീപ്തി കരഞ്ഞുകൊണ്ടാണ്. എന്താ ചേച്ചി, അച്ഛൻ എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? കാര്യം പറ. മറ്റൊന്നുമല്ല ചേച്ചി, അച്ഛൻ രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. എന്ത് പറ്റി? അറിയില്ല. എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുക. ചേച്ചി കൂടി അങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ഫോൺ അന്നേരത്തേനും പെട്ടെന്ന് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ വേഗം തന്നെ പിന്നെയും ഹലോ എന്ന് വിളിച്ചെങ്കിലും കേൾക്കാൻ പറ്റിയില്ല. എന്നാലും വേദയ്ക്കൊരു സംശയം. വേദ തിരിച്ചു വിളിച്ചു. അപ്പോൾ പരിധിക്ക് പുറത്ത് എന്നാ പറയുന്നത്. വേദ വേഗം ആലോചിച്ചത് മുത്തശ്ശി പറഞ്ഞ കാര്യമാണ്. വിക്രത്തിനെ അപായപ്പെടുത്താൻ ഇവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നീ എല്ലാം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന് വേദയോട് പറഞ്ഞ കാര്യമാണ് വേദയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഇനിയിപ്പോൾ എന്നെ അവിടെ ചെന്ന് കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ നിർത്താനുള്ള പരിപാടി ആയിരിക്കുമോ? ഇവർ മനഃപൂർവ്വം കളിക്കുന്ന കളിയാണോ? ഇനി ശ്രീയേട്ടൻ്റെ പ്ലാൻ ആയിരിക്കും എന്നൊക്കെ വേദ ഇതിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. എന്നാലും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മുത്തശ്ശിയോ അമ്മയോ ആരെങ്കിലും എന്നെ വിളിക്കേണ്ടതായിരുന്നില്ലേ? അവരാരും എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇതിലെന്തോ ഒരു ഉടായ്പുണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് നിന്ന സമയത്ത് കമല ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മോളെ നീ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല. അച്ഛൻ ഒരു ചക്ക കൊണ്ടുവച്ചിട്ടുണ്ട്, നീ വരുന്നോ കൂടാൻ? അതിനെന്താമേ എന്നാ വെളിച്ചെണ്ണ എടുത്തോ, കയ്യും മുളഞ്ഞീനാക്കണ്ട എന്ന് പറഞ്ഞാൽ പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയാണ്. അപ്പോൾ ശങ്കർ നാരായണൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പുറത്ത് എന്താ പറയുക മുത്തശ്ശിയും വർഷയും പത്മവും ഒക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കരയില്ലേ പത്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മവും ഇരിക്കുന്നത്. അതെ നീ വിഷമിക്കാതെ, എന്നാലും ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല. അതെ അവിടെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയൊന്നും ദൈവം നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. നീ വിഷമിക്കാതെ. ഈശ്വരാ എൻ്റെ ഏതെങ്കിലും ഒരു ജീവൻ മതിയെങ്കിൽ എൻ്റേത് അങ്ങോട്ട് എടുത്തിട്ട് നീ അവനെ തിരിച്ചു തന്നേക്കണേ. എന്താ മുത്തശ്ശി ഇത് എന്ന് ചോദിച്ചു. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക? എന്നാലും ഇന്ന് പുലർച്ചയ്ക്ക് 3 വരെ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആളാ. രാവിലെ നേരത്തെ വിളിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. കുറച്ചു നേരം കിടന്നോട്ടെ എന്ന് വെച്ച് ഞാൻ വിളിക്കാഞ്ഞതാ. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങെത്തായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. അവർ പരിശോധിക്കട്ടെ, വിഷമിക്കാതെ. അപ്പോഴേക്കും ശ്രീകാന്ത് മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നിനക്ക് ഡോക്ടറോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഡോക്ടർ നോക്കുമല്ലേ, എന്ത് ചോദിക്കാനാ? പുറത്തേക്ക് വരട്ടെ, വേറെ എവിടേക്കെങ്കിലും മാറ്റണോ എന്ന് ചോദിച്ചു. വേണ്ട, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തന്നെയാണ്. ഇനി ഡോക്ടേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ എറണാകുളത്തേക്ക് മറ്റോ കൊണ്ടുപോകാം. ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ അടുത്തേക്ക്, അല്ല ഈ ജഡ്ജി സാറിന് നിങ്ങളെ ഒക്കെ ശ്രദ്ധിക്കണ്ടേ? ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, ഇത്തവണ സ്ട്രെസ് ഉണ്ടാകാൻ മാത്രം എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. അതെ ചോദിച്ചത് കേട്ടില്ലേ? അതെ ഒരു വിധത്തിൽ BP കൺട്രോൾ ആയിട്ടുണ്ടെന്ന് പറയാം. കുറച്ചുകൂടി വൈദ്യുതിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം പാരലൈസായി പോയേനെ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരാകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ സത്യത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? അതെ ഓർമ്മയൊന്ന് സ്റ്റേബിൾ ആവാനുണ്ട്. എന്താണേലും കുറച്ച് കഴിയട്ടെ, നമുക്ക് നോക്കാം. ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് കാണാൻ വരട്ടെ.
ഒരു ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുക, അതിന് കഴിഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ റോവി മാറ്റാം, ശരിയെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ജഡ്ജി സാറിന് ഇത്രയും അധികം ശാരീരിക പ്രശ്നങ്ങളെക്കാൾ മാനസിക പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് അത് നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ, മനസ്സിലായോ? അത് നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. കേട്ടില്ലേടാ ശ്രീകാന്തേ, നിങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഓർത്ത് ഉരുകുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും പറ്റിയില്ല. ആദ്യത്തെ തവണ അത്യായിക്ക് വന്നപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ മുത്തശ്ശി പറയണത്? അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന എന്താണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മതി, ഇനി ഈ സമയത്ത് ഇങ്ങനെ ഒരു തർക്കം ഇവിടെ വെച്ച് വേണ്ട. വേദയെ വിളിക്കണം ശ്രീകാന്തേ, അവൾ വരണം എന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ വന്ന് അച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിൽ ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.